നമസ്കാരം. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചതായ വാർത്ത പുറത്തു വന്നിരുന്നു. സീനിയർ അഭിഭാഷകനായ ബെയിലിലാണ് ജൂനിയർ പാറശാല സ്വദേശിയായ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ചതെന്നാണ് പരാതി. അഭിഭാഷകൻ മോബ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം. മുഖത്ത് പരിക്കേറ്റ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മുതിർന്ന അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദിച്ചത്. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം. ശ്യാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം. അടിയേറ്റ് താൻ ആദ്യം താഴെ വീണു, അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. കണ്ടുനിന്നവരാരും എതിർത്തില്ലെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. ജോലിയിൽ നിന്ന് അകാരണമായി പറഞ്ഞുവിട്ടത് ചോദ്യം ചെയ്തപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടത്. എന്നാൽ വെള്ളിയാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് തിരിച്ചെത്തിയത്. ഇതിനുശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് ഇന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ പ്രകോപിതനായി തന്നോട് അങ്ങനെ ചോദിക്കാനായോ എന്ന് ചോദിച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. അഭിഭാഷകന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ CT സ്കാൻ പൂർത്തിയായി. സംഭവത്തിൽ ബാർ അസോസിയേഷനും വഞ്ചിയൂർ പോലീസിനും യുവതി പരാതിയും നൽകി. പരാതിയിൽ വഞ്ചിയൂർ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴിയെടുക്കുകയാണ്. യുവതിയുടെ മുഖത്ത് ക്രൂരമർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഇയാൾ ജൂനിയർ അഭിഭാഷകരോട് വളരെ മോശമായാണ് പെരുമാറാറുള്ളതെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക പറയുന്നു. മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ടുവെന്നാണ് ആരോപണം. ഈ സംഭവം ഉണ്ടായ ഉടനെ വനിതാ അഭിഭാഷക ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ ആരോപണ വിധേയനായ അഭിഭാഷകനെ അവിടെ നിന്ന് മാറ്റാനുള്ള സഹായം ചെയ്യുകയായിരുന്നു മറ്റുള്ളവരെന്നും പരാതിയിലുണ്ട്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് അഭിഭാഷകന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അഭിഭാഷകനെ രക്ഷപ്പെടുന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ സഹായിച്ചുവെന്നാണ് ആരോപണം. അഭിഭാഷകനിൽ നിന്ന് ഇതിനു മുമ്പും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പരാതിക്കാരി പറയുന്നു. മറ്റുള്ള സ്റ്റാഫിനോടും ഈ അഭിഭാഷകൻ അപമര്യാദയായി പെരുമാറുന്നതായും പരാതി ഉയർന്നിരുന്നു. ഓഫീസിൽ കയറി അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അനുവദിക്കില്ലെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി ജി മുരളീധരൻ പറഞ്ഞതായി പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുന്നത് അഭിഭാഷകന്റെ പതിവായിരുന്നുവെന്ന് ശ്യാമിലിയുടെ ഭർത്താവ് ഷൈനും പറയുന്നു. ശ്യാമിലി ജോലിക്ക് എത്തിയതിനു ശേഷം മാത്രം ഇതുവരെ 8ഓളം പേരെ അഭിഭാഷകൻ പുറത്താക്കി. ഇത്തരത്തിൽ തലേ ദിവസം വിളിച്ച് ശ്യാമിലിയോട് ജോലിക്ക് വരേണ്ട എന്ന് അഭിഭാഷകൻ അറിയിച്ചു. തുടർന്ന് സ്ഥാപനത്തിലെത്തിയ ശ്യാമിലി തന്നെ എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് തിരക്കി. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ശ്യാമിലി അഭിഭാഷകൻ മർദ്ദിച്ചതെന്നാണ് ഭർത്താവിന്റെ മൊഴി. അതേസമയം 2 ജൂനിയർ വക്കീലന്മാർ തമ്മിൽ തർക്കമുണ്ടായെന്നും ഇത് ചോദ്യം ചെയ്യവേ മുഖത്ത് നോക്കി അസഭ്യം പറഞ്ഞുകൊണ്ടാണ് യുവതിയെ മർദ്ദിച്ചതെന്നുമാണ് അഭിഭാഷകൻ ബെയിലിന്റെ പ്രതികരണം. യുവതിയെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ചു. മുഖത്ത് ചതവുണ്ട്. ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് വിവരം.